വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതാ ഈ ഒരു വൈറലായിട്ടുള്ള ഒരു ഫേസ് മാസ്ക് ഒന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഭയങ്കര വൈറലായിട്ടുള്ള ഒരു ഫേസ് മാസ്ക് ആയിരുന്നു ഇത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതാണൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. എന്താ പറയുക, നമുക്ക് സമയങ്ങളുണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ആദ്യം എടുക്കാൻ പറഞ്ഞ എഗ് വൈറ്റ് ആണ് കേട്ടോ. ഒരു എഗ് വൈറ്റ് എടുക്കാനാണ് പറയുന്നത്. ഒരു എഗ് വൈറ്റ് ഫുള്ള് എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് 1 സ്പൂൺ കോഫി പൗഡർ ആണ് കേട്ടോ. അപ്പൊ കോഫി പൗഡറും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞളും കൂടി കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അതിൽ പറയണ പോലെ തന്നെ ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആദ്യം ജസ്റ്റ് ഒന്ന് ഫേസ് ഫുള്ളായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫേസ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിന് മേലേക്ക് ടിഷ്യൂ പേപ്പർ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടിഷ്യൂ പേപ്പർ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് 2 ലെയറായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ. ഒരു ലെയർ ഒട്ടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ഇങ്ങനെ അലുത്ത് പോകും കേട്ടോ. അപ്പോൾ വലിയ പീസായിട്ട് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. അതല്ലെങ്കിൽ നമുക്കത് കറക്റ്റ് പീൽ ഓഫ് ചെയ്യാനായിട്ട് കിട്ടൂല കേട്ടോ. അപ്പോൾ നമ്മളുടെ ഫേസിൻ്റെ ഒരു ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് എടുക്കണമെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഒട്ടിക്കാനായിട്ട് എളുപ്പമായിരിക്കും കേട്ടോ. പിന്നെ ഇത് നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞ് ഉടനെ തന്നെ അത് ജസ്റ്റ് മാസ്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാട്ടോ. അതല്ലെങ്കിൽ അത് ടിഷ്യൂ പേപ്പർ അവിടെ ഇരുന്ന് പെട്ടെന്ന് തന്നെ ഇങ്ങനെ അലുത്ത് പോകും. നമ്മളിങ്ങനെ ഒട്ടിച്ച ഉടനെ തന്നെ മാസ്കും അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ എല്ലാം ഒട്ടിച്ചതിന് ശേഷമാണ് കേട്ടോ മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുത്തത്. എന്നിട്ട് മാസ്ക് അപ്ലൈ ചെയ്തിട്ട് വീണ്ടും ഞാൻ ടിഷ്യൂ പേപ്പർ ഒന്നും കൂടി ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് വീണ്ടും അതിൻ്റെ മേലെ കൂടി മാസ്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഡ്രൈ ആവാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. പെട്ടെന്ന് തന്നെ ഒരു 50 മിനിറ്റ്സിൽ തന്നെ നന്നായിട്ട് തന്നെ ഡ്രൈ ആവണുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ ഇങ്ങനെ ടൈറ്റൻ ആവണുണ്ട് കേട്ടോ ഫേസ്. എന്നിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രം നമുക്കിത് പതുക്കെ ഇങ്ങനെ പീൽ ഓഫ് ചെയ്യാം കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ ഹെയർ റിമൂവ് ആവണ പോലെ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ, സൈഡിൽ ഈ കവിളിൻ്റെ സൈഡിൽ നിന്നൊക്കെ. അപ്പം ഞാൻ പതുക്കെ റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പീൽ ഓഫ് ചെയ്തപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ബ്രേക്കായിട്ട് പോകണമായിരുന്നു. കാരണം ഞാൻ ചെറിയ പീസാണല്ലോ ഒട്ടിച്ചു കൊടുത്തത്. വലിയ പീസാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അത് നന്നായിട്ട് തന്നെ പീൽ ഓഫ് ചെയ്യാൻ കിട്ടും കേട്ടോ. അപ്പം നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്യുമ്പോൾ വലിയ പീസായിട്ട് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ഈ ഒരു മാസ്കിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, എൻ്റെ അമ്മ പറയാൻ വാക്കുകളില്ല, അത്രയ്ക്ക് റിസൾട്ട് ഉണ്ട് കേട്ടോ. ഞാനിത് വെറുതെ പറയണില്ല കേട്ടോ, സത്യം ഞാനിത് ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയ സംഭവമാണ്. നിങ്ങൾക്ക് ഒരു ഭയങ്കരമായിട്ട് ടാനൊക്കെ ഉള്ള ഫേസൊക്കെ ആണെങ്കിൽ ഈ ഒരു മാസ്ക് നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. സ്കിൻ നന്നായിട്ട് തന്നെ ഒരു ഗ്ലോയും നന്നായിട്ട് തന്നെ ബ്രൈറ്റും ആവണുണ്ട് കേട്ടോ. ദൈവം, ഈ ഒരു ഫേസ് മാസ്ക് യൂസ് ചെയ്യാൻ ഇത്രയും വൈകിപ്പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ ചെറിയൊരു വിഷമമുണ്ട് കേട്ടോ. വെറുതെ അല്ലട്ടെ ഈ ഒരു ഫേസ് മാസ്ക് ഇത്രയും വൈറലാവാൻ കാരണം, അത്രയ്ക്ക് റിസൾട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സോ അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നത്. യൂസ്ഫുൾ ആകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു കണ്ടൻറ്റായിട്ട് ഞാൻ വേഗം വരുന്നതായിരിക്കും കേട്ടോ. അതുവരേക്കും ബൈ.